ഹലോ നോക്കിയേ, നമുക്ക് ഇന്നൊരു എഗ്ലെസ് കേക്കിന്റെ വീഡിയോ കാണാം കേട്ടോ. എഗ്ലെസ് കേക്കിന്റെ ഓർഡർ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് വരാറില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളത്. കേക്കിന്റെ വെയിറ്റ് 3 kg ആയിരുന്നു കേട്ടോ. എഗ്ലെസ് കേക്ക് നോർമൽ കേക്ക് പോലെയല്ല, നോർമൽ കേക്കിനേക്കാളും ബുദ്ധിമുട്ടാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതിന്റെ ഇരട്ടി ഇൻഗ്രീഡിയൻസും സമയവും ഒക്കെ വേണേ, കോസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ തന്നെ നോർമൽ കേക്കിന്റെ ഇരട്ടി സമയം എടുക്കുക. 3 kg ആണെങ്കിലും നമ്മൾ 3 പ്രാവശ്യമായിട്ടാട്ടോ ഇത് ബേക്ക് ചെയ്തെടുത്തത്. നോർമൽ കേക്ക് ആണെങ്കിൽ നമ്മൾ എത്ര kg ഒറ്റയടിക്ക് ബേക്ക് ചെയ്തെടുക്കും. പക്ഷേ എഗ്ലെസ് കേക്കിൽ അത് കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് 3 കേക്കും 3 ആയിട്ട് തന്നെയാട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ 5 മിനിറ്റ് എടുത്തിട്ടാണ് ഒരു കേക്ക് ബേക്ക് ആവാൻ. നോർമൽ കേക്ക് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയ ടെക്സ്ചർ ആയിരിക്കില്ല കേട്ടോ, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്ലെസ് കേക്കിൽ അധികം വെറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലേ. പിന്നെ നമുക്കിത് പെട്ടെന്ന് വന്ന ഓർഡർ ആട്ടോ, പണിമുടക്കിന്റെ അന്നോട്ടോ നമുക്ക് ഈ ഓർഡർ വന്നത്. പിറ്റേ ദിവസം രാവിലെ കൊടുക്കുകയും ചെയ്യണമായിരുന്നേ. ഈ കേക്കിന് ആവശ്യമായ യോഗട്ട് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് 6 മണി കഴിഞ്ഞ് കുറെ കടകളിൽ കയറിയിട്ടാട്ടോ നമ്മൾ അതൊക്കെ ഒപ്പിച്ചത്. സാധനങ്ങളൊക്കെ ഒപ്പിച്ച് കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ആയിട്ടോ. എന്നാലും നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനൽ കോട്ട് ചെയ്യണത് രാവിലെയാണ്. പിന്നെ കസ്റ്റമർ വിളിച്ചിട്ട് കേക്ക് ഉച്ചക്കത്തേക്ക് മതി എന്ന് പറഞ്ഞു കേട്ടോ. റെഫറൻസ് പിക്ക് കസ്റ്റമർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് അതുപോലെ തന്നെ ചെയ്താൽ മതി എന്നാട്ടോ പറഞ്ഞത്. കുറേ ഡിസൈനുകൾ പറഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് ഈ ഒരു ഡിസൈനിലേക്ക് എത്തിച്ചേർന്നത്. റെഫറൻസ് പിക്ക് ഞാനിവിടെ കൊടുക്കാട്ടോ, കാരണം ഒരു ഫേമിന്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയായിരുന്നു കേക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ ആ കളർ കോമ്പോയിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു കേട്ടോ കുറേ ഡിസൈൻ നമ്മൾ ഇങ്ങനെ നോക്കിയത്. പിന്നെ കേക്ക് മാക്സിമം വലുതാക്കി ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ 2 ലെയർ ആയിട്ടാട്ടോ ചെയ്യുന്നത്. എഗ്ലെസ് കേക്ക് നോർമൽ കേക്ക് പോലെയല്ല. 3 കിലോ പറഞ്ഞാലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 4 കിലോയിൽ മുകളിലുണ്ടാവും കേട്ടോ. പിന്നെ അവർ പ്ലെയിൻ വാനില കേക്ക് ആട്ടോ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് ചോക്ലേറ്റും പിന്നെ ചോക്ലേറ്റ് ഗനാഷൊക്കെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കേക്കിന് നേരിട്ട് കസ്റ്റമർ അല്ല കേട്ടോ നമ്മളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന സമയത്തും ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ചധികം ടെൻഷൻ അടിച്ച്. ഇതിലുള്ള ഡിസൈൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ കസ്റ്റമർ ഡിസൈനെ പറ്റി വളരെ കോൺഷ്യസ് ആയിരുന്നുകൊണ്ട് ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ പേടിച്ചാട്ടോ ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കി എൻ്റെ കൈ വരയ്ക്കുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കേക്കിന്റെ ദിവസം ഞാൻ ഇതും പിന്നെ ഓൾറെഡി നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ഓർഡർ മാത്രം എടുത്തുള്ളൂ കേട്ടോ. 2 സൈഡിലും ഓരോ സൺഫ്ലവറും പിന്നെ കുറച്ച് ലീഫും അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഡിസൈൻ. ഈ ഡിസൈൻ കാണുമ്പോൾ എല്ലാവർക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ അല്ലേ, ഇതിന് എന്താണ് പ്രശ്നം എന്ന് തോന്നിയേക്കാം. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്തോ ആ ദിവസം അങ്ങനെയായിരുന്നു. പിന്നെ ടോപ്പിൽ ഒരു മാറ്റർ വെക്കണമായിരുന്നേ. അപ്പം നമ്മൾ ഫോണ്ടന്റിലാട്ടോ വെച്ചു കൊടുത്തത്. പിന്നെ അതല്ലാതെ വേറെ ഒരു ഡിസൈനും കേക്കിൽ വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിട്ടോ. പിന്നെ കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഡെലിവറി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പം അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തിട്ടാ. അപ്പം നമ്മുടെ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എന്തായാലും അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോയിൽ കാണാട്ടെ. താങ്ക്